ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും അങ്ങനെ ഇങ്ങനെയൊന്നും കീഴടങ്ങുന്നവരല്ല. അവർ വളരെ പതുക്കെ അവരുടെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള കുതിപ്പ് തന്നെയാണ് നടത്തുന്നത്. ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ ലംഘനം എല്ലാ തരത്തിലും ലംഘിച്ചുകൊണ്ട് നടത്തുന്ന അക്രമ പരമ്പര തുടരുമ്പോഴും പ്രോക്സി ഗ്രൂപ്പുകൾ എല്ലാ തരത്തിലും തകർന്നടിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ഭരണാധികാരിയായ നെതന്യാഹു വീണ്ടും വിജയിച്ചിരിക്കുന്നുവെന്ന ട്രംപിന്റെ പ്രഖ്യാപനം അത് പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് ഇറാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. പലസ്തീനിലേക്ക് നിങ്ങൾ നടത്തിയ ഓരോ കുരുതിക്കും കണക്ക് എണ്ണി പറയിപ്പിക്കും. അതിനുള്ള സമയം ആയിക്കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിന്റെ ആണിക്കല്ലിളക്കുന്ന കൃത്യമായ നടപടികൾ ഞങ്ങൾ എടുത്തിരിക്കും. ടെല്ലവീവിലും ഹൈഫയിലും ഞങ്ങൾക്ക് മിസൈലുകൾ വർഷിച്ച് തകർക്കാമെങ്കിൽ അതിനപ്പുറവും ഞങ്ങൾക്ക് കഴിയും. അതൊരു സാമ്പിൾ ഡോസേജ് തന്നതാണ്. എങ്ങനെയാണ് നിങ്ങളുടെ ഉരുക്ക് ഡോമുകൾ വെന്ത് വെണ്ണീറായതെന്ന് ആ സാമ്പിൾ ഡോസേജിലൂടെ ആയത്തുള്ള അലി ഖമേനി വളരെ വ്യക്തമായി മിസൈലുകൾ കൊണ്ട് മറുപടി പറഞ്ഞതാണ്. ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സുകൾക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇസഗാനിലും ബോർദോയിലും ആണവ നിലയങ്ങളിലെല്ലാം റഷ്യയുടെ സംരക്ഷണം വന്നതിന് ശേഷം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഭയമാണ്. ഇസ്രായേൽ ആക്രമിച്ചാൽ ഏതൊക്കെ ദിശയിൽ നിന്നായിരിക്കും ഇസ്രായേലിലേക്ക് മിസൈലുകൾ വരിക എന്ന് അവരുടെ ഡിറ്റക്ടേഴ്സിനെ ഒന്നും തന്നെ ഒരുപക്ഷെ തിരിച്ചറിയാൻ കഴിയാത്ത അത്യാധുനിക സംവിധാനങ്ങളുള്ള രാജ്യമാണ് റഷ്യ. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അവർ ഈ തീരുമാനമെടുക്കുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടി കൂടിയാണ്. അമേരിക്ക നടത്തുന്ന ഉപരോധം റഷ്യയെ സാമ്പത്തികപരമായും റഷ്യയുടെ ഭാവി പദ്ധതികളെയും തകർത്തെറിയാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേലിൽ വെച്ച് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്. റഷ്യയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രിയോട് ആഹ്വാനം ചെയ്യുന്ന ആ ഒരൊറ്റ പ്രസംഗം മതി റഷ്യയ്ക്ക് ഇനിയുള്ള കാലം മുഴുവനും ഇസ്രായേലിനെ ശത്രുപളയത്തിൽ നിർത്തിക്കൊണ്ട് പിഴുതെറിയാൻ. ഇസ്രായേലിനറിയാത്ത പല കളികളും റഷ്യയ്ക്ക് കളിക്കാനറിയാം. സോവിയറ്റ് യൂണിയൻ തിരിച്ചുകൊണ്ടുവരാനുള്ള തിടുക്കത്തിലാണ് വ്ളാഡിമിർ പുടിൻ. അത് അദ്ദേഹം ഉടൻ തന്നെ നടപ്പിലാക്കുമെന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഏതാനും ദിവസങ്ങൾക്കകം റഷ്യ പണി തുടങ്ങും. ഇറാനും റഷ്യയും ചേർന്നാൽ ഒരു പുതിയ സഖ്യമാണ് ഇവിടെ സംജാതമാകുന്നത്. കൂടുതൽ കളിച്ചാൽ കിട്ടാൻ പോകുന്ന പണി എന്താണെന്ന് ഏകദേശ ധാരണ നെതന്യാഹുവിനുണ്ട്.